ഹലോ ഗൈസ്, ഞാനിപ്പോൾ മുംബൈയിലാണ്. വാവ്, എൻ്റെ തേർഡ് ഡേ ഇൻ മുംബൈ. ആക്ച്വലി മൈ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഇൻ മുംബൈ. ഞാൻ നാളെ ട്രിവാൻഡ്രം പോകും. ആകെ 3-4 ദിവസത്തേക്കേ വന്നുള്ളൂ. കേൾക്കാവോ ഞാൻ പറയുന്നത്? എനിക്ക് എൻ്റെ കേട്ടൂടെ, ബിക്കോസ് ഐ ആം സിക്ക്. എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പനി ഓഫ് 2026. അമേസിങ്. ഇറ്റ് ഈസ് ഗോയിങ് റിയലി വെൽ. ബിക്കോസ് കുറേ നാൾക്ക് ശേഷം ഈ യാത്ര പോവുകയായിരുന്നു. മുമ്പ് യാത്ര വരുമായിരുന്നു. യാത്ര പോകുന്നതിനിടയിലാണ് പനി പിടിച്ചത്. എങ്ങനെ ഇരിക്കുന്നു? ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റോ പോലെ രസമാണ്, തണുപ്പത്തൊക്കെ വയ്ക്കാൻ. ഹാരി പോട്ടറിലെ ഒരു മറ്റേ ആളെ പോലെ ഉണ്ട്. എനിവേ, നെവർ മൈൻഡ്. സോ ഞാൻ മിനിങ്ങാന്നെത്തി. ബട്ട് മിനിങ്ങാന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഫ്ലൈറ്റും 10 മണിക്കായിരുന്നു. രാവിലെ 6 മണിക്ക് എണീറ്റതും പെട്ടെന്ന് ഔട്ട് ഓഫ് നോവർ തൊണ്ടവേന, ഭയങ്കര തൊണ്ടവേന. അത് കഴിഞ്ഞ് ഗാർഗിളൊക്കെ ചെയ്ത് കുഴപ്പമില്ല, തൊണ്ടവേന എല്ലാം പൊയ്ക്കോളും. കാരണം ബോഡി വീക്കൊന്നും ആയില്ല, ചൂടൊന്നും ആയില്ല, പൊയ്ക്കോളും. അത് കഴിഞ്ഞ് മറ്റേ മരുന്നും ബെറ്റാഡിൻ അതൊക്കെ ഗാർഗിൾ ചെയ്ത് എല്ലാം സെറ്റായി ആവിയൊക്കെ പിടിച്ച് ഫ്ലൈറ്റിലൊക്കെ മാസ്കൊക്കെ വെച്ച് പോയി. ഇവിടെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയതും ബോഡി ചൂടാവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സൈനസും മൈഗ്രെയിനൊക്കെ ഉണ്ട്. നല്ല സാധനങ്ങളൊക്കെ കുടുംബപാരമ്പര്യമായിട്ട് തരുള്ളൂ. എനിവേ, സൈനസ് ആണ്, മൂക്കടഞ്ഞ് എനിക്ക് ശ്വാസം എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ചൂടുവെള്ളം കുടിച്ച് ആവിയൊക്കെ പിടിച്ച് സെറ്റായി. മിനിഞ്ഞാന്ന് എവിടെയും പോയില്ല, വീട്ടിൽ തന്നെ കിടന്നു. ഫ്രണ്ട്സ് എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു, എല്ലാം സെറ്റ്. അടുത്ത ദിവസം I did not pay ഇത്ര എമൗണ്ട് ഓഫ് മണി ഓൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. എന്ത് പൈസ എന്നറിയോ? ലൈക്ക് ഇവിടെ വന്ന് കിടന്നുറങ്ങാനല്ല ഞാൻ ഇത്രയും കാശ് കൊടുത്തത്. സോ ഐ തോട്ട് ഐ വിൽ ഗോ ഔട്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ താലി അയക്കാൻ കൊണ്ടുപോയി. മഹാഭോഗ് അങ്ങനെ എന്തോ, മഹാരാജ് ഭോഗ് അങ്ങനത്തെ താലി അയക്കാൻ കൊണ്ടുപോയി. അടിപൊളി താലിയായിരുന്നു. മാല മറ്റേ ചെറിയ കടകളിൽ പോയി മാല കമ്മലൊക്കെ മേടിക്കും. അത് കഴിഞ്ഞ് ഓക്കെ, അത് എയർ ഫ്രഷ്നറായിരുന്നു. കുറേ സ്ഥലം മോളിലൊക്കെ പോയി. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു. ഞാനൊരു ലിപ്സ്റ്റിക് അല്ല, ലിപ് ഗ്ലോസ് എടുത്തു. ആക്ച്വലി അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. മിക്കവാറും ഇത് എഡിറ്റ് ചെയ്തുമ്പോൾ അത് ഇറങ്ങുമായിരിക്കും. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. എനിക്ക് 2-3 വേറെ വീഡിയോ ഉണ്ട് എഡിറ്റ് ചെയ്ത് തരാൻ. എനിവേ, എൻ്റെ പനി കാരണം എൻ്റെ ഡാർക്ക് സർക്കിൾസ് കൂടി. I can see that. You can also see my dark circles. ഒന്ന് മെലിഞ്ഞിട്ടുണ്ട് പനി കാരണം. അതൊക്കെയാണൊരു ഗുണം. I won, but at what cost? അപ്പോൾ ഇന്ന് തേർഡ് ഡേ ആൻഡ് ഫൈനൽ ഡേ. I thought I'll do a vlog because why not? കുറച്ച് കഴിയുമ്പോൾ me and my friends we are going out. I am planning to shift to Mumbai നെക്സ്റ്റ് മന്ത്. അതായിരുന്നു ഞാനതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് അല്ല, ഒരു സാധനം. അപ്പോൾ ഐ തോട്ട് ഐ സേ ഇറ്റ്. ഐ എം മൂവിങ് ടു മുംബൈ ടു ഡു സംതിങ്. ആ സംതിങ് ഞാൻ പിന്നെ പറയാം. സോ നെക്സ്റ്റ് മന്ത് ഞാൻ വേറെ എന്താ എവിടെയെന്ന് പറയാം. ആൾക്കാർ കണ്ണ് വെക്കരുത് കേട്ടോ. എനിക്കും നിങ്ങൾ കണ്ണ് വെച്ചിട്ടാണോ ഒന്ന് പനി പിടിച്ചത്? എനിക്ക് എൻ്റെ സൗന്ദര്യം കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ലാന്ന് തോന്നുന്നു. പ്ലീസ് കണ്ണ് വയ്ക്കല്ലേ. ഇനി കണ്ണു വരെ എനിക്ക് പറ്റത്തില്ല. എനിവേ, സോ ഇന്നത്തെ ദിവസം വി ആർ ഗോയിങ് ഫോർ അപ്പാർട്ട്മെൻറ്റ് ഹണ്ടിങ്. ഒരു 2-3 അപ്പാർട്ട്മെൻറ്റ്സ് നോക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഐ എം ഓൾമോസ്റ്റ് ഫിക്സ്ഡ്, എനിക്കിത് മതിയെന്ന്. ആൻഡ് എന്തുവാ, അത് കഴിഞ്ഞ് ഒരു നല്ലൊരു കഫേ പോയിട്ട് ഓവർ പ്രൈസ്ഡ് കോഫി കുടിച്ച് കുറച്ച് എസ്തറ്റിക് പിക്ചർ എടുക്കണം. ബിക്കോസ് വൈ നോട്ട്, യു ആർ ഇൻ മുംബൈ. ഇന്ന് വീട്ടിലാണെങ്കിൽ ഒബ്വിയസ്ലി അമ്മയൊക്കെ ഉണ്ട് ടേക്ക് കെയർ ചെയ്യാൻ പനിയാകുമ്പോൾ. ഇവിടെ ആണെങ്കിൽ മൈ ഫ്രണ്ട്സ് ആർ ടേക്കിംഗ് കെയർ ഓഫ് മീ വെരി വെൽ. പക്ഷേ അറ്റ്ലീസ്റ്റ് സിക്ക് ഇൻ മുംബൈ, അവിടെ ആകുമ്പോൾ കാത്തുണ്ട്. അതുകൊണ്ട് എനിവേ, മുംബൈ ഞാൻ നേരത്തെ എണീറ്റു. സോ ഐ തോട്ട് ഐം ഗോണ മേക്ക് ചൂടുവെള്ളം. ബിക്കോസ് ഐ കാൺ ഫങ്ഷൻ. ഞാൻ പറയുന്ന പകുതിയും കേട്ടുകൂടാ. ഇന്നലെ രാത്രി കഴിച്ച ചിക്കൻ ഫ്രൈഡ് റൈസ് എനിക്ക് ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. അതിന് ഉപ്പുണ്ടോ മധുരമുണ്ടോ എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഐ കാൺട്ട് ഫങ്ഷൻ നൗ. അപ്പോൾ
I thought I'll make some hot water. ഫ്രണ്ട്സ്, എനിക്ക് രാവിലെ ഞാൻ ആൻറ്റിബയോട്ടിക്സിലൊക്കെയാണ്. അപ്പം ഫ്രണ്ട്സ് എനിക്ക് മുട്ട മേടിച്ചു തന്നു. സോ ഈ മുട്ടയൊക്കെ കഴിച്ചിട്ട് വേണം, മുട്ടയും ബ്രെഡും കഴിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ ഡോളോ കഴിക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കാൻ. I can't guys, and this one apple. ഇഷ്ടമല്ല പനിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പനിയില്ലാത്ത സമയത്ത് നമ്മൾ തിരിച്ചാലോചിക്കുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് എന്ത് സുഖമായിട്ട് ശ്വാസം എടുക്കായിരുന്നു, എനിക്ക് കേൾക്കായിരുന്നു, എനിക്ക് ഫുഡിൻ്റെ ടേസ്റ്റും മണവും മനസ്സിലാക്കായിരുന്നു. അതുവരെ നമുക്കൊരു വിലയില്ല നമ്മുടെ ജീവിതത്തെ. ലൂസ് മോഷൻ വന്നപ്പോൾ നമ്മൾ ആലോചിക്കും, അയ്യോ എന്ത് നല്ല സമയം ഉണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ ഗൈസ്? മൈ ഹോട്ട് വാട്ടർ ഇസ് റെഡി, ബട്ട് ഐ എം ബെറ്റർ. മിനിങ്ങാന്നും ഇന്നലത്തേക്കാളും നല്ല ബെറ്ററാണ്. ഇന്നലെ രാവിലെ എണീറ്റപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. രാത്രി ആവിയൊക്കെ പിടിക്കുന്നുണ്ട്, ശ്വാസമൊക്കെ എടുക്കായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. പക്ഷെ ഇതുവരെ ചൂടൊന്നുമില്ല, കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിലും സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ്സ് ഇടണം. അതൊക്കെ എനിക്കിഷ്ടം അതൊക്കെ ചെയ്യാം, പക്ഷെ ടു ലേസി. ഞാൻ ആവി കുറച്ച് പോയാണ്. ഞാൻ ഇവിടെ ആവി പിടിക്കാൻ വെച്ചിരിക്കുകയാണ് ഗൈസ്, ബിക്കോസ് വൈ നോട്ട്. അപ്പം ഞാൻ പോയി ആവിയൊക്കെ പിടിച്ച് ഗാർഗോ ഒക്കെ ചെയ്ത് മൂക്കിൽ മരുന്നൊക്കെ ഒഴിച്ച് ഹോപ്പ്ഫുള്ളി എനിക്കിന്ന് എൻ്റെ ടേസ്റ്റും മണമൊക്കെ തിരിച്ച് വരുമെന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്ക് ലൈക്ക് ഞാൻ കുറേ കുറച്ച് കഫേസിലൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോൾ നടന്നു എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി അപ്പം കാണാം. ഓക്കെ, വാട്ട്സ്ആപ്പ് ഗൈസ്. സോ ഞാൻ മുട്ട ഉണ്ടാക്കി, പക്ഷെ ഞാൻ കാണിക്കാൻ മറന്നു. ഐ ഏറ്റ് മൈ ഫുഡ്, ഡോളോ കഴിച്ചു. ഇനി വേറെ മരുന്ന് കഴിക്കണം. നിങ്ങളുടെ മോന്ത കാണുന്നുണ്ടോ? എന്തുവാ ഗോഡ്, ഐ എം ഡൺ. അപ്പം ഞാൻ റെഡിയായി. എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ, വെരി കംഫി. ഏത് മൂഡ്? അപ്പോൾ ഐ തോട്ട് എൻ്റെ ഫ്രണ്ട് തിഥി കൂടെ വരുന്നുണ്ട്. സോ ഐ തോട്ട് ഐ വിൽ ഡു സം മേക്കപ്പ് ബിഫോർ ഐ ഗോ, ബിക്കോസ് why not should be my motto and the life motto, I think. എപ്പോഴത് ഉപയോഗിക്കും. ഐ തോട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ ചുമ്മാ കൂട്ടാമെന്ന് വെച്ചു. ഡ്രസ്സ് ചെയ്യുമ്പോൾ ചുമ്മാ കൂട്ടാൻ പറ്റില്ലല്ലോ, തിങ്ക് ചെയ്ത് നോക്കും. ആദ്യം പ്രൈമർ ഇട്ട് കഴിഞ്ഞു. ഇത് മേക്കപ്പ് ബ്ലോഗ് അല്ല. മേക്കപ്പ് ബ്ലോഗ് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ വരാം ഒരു ദിവസം. ഞാൻ മേക്കപ്പ് ബ്ലോഗായിട്ട് പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും. തൽക്കാലം ഐ തോട്ട് വൈ നോട്ട് ഗെറ്റ് റെഡി വിത്ത് മീ. അമ്മച്ചി ഊണ്ടി ചെവി തുറന്നു. ഹലോ, വാവ്, ഇപ്പം ഞാൻ സൗണ്ട് കേട്ടോ. എനിവേ, ഞാൻ ഈ മേക്കപ്പ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഞാൻ മേക്കപ്പായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ. അപ്പോൾ എനിക്കറിയാൻ പറ്റും എന്തൊക്കെയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടേ. ഐ സ്റ്റിൽ ലുക്ക് പ്രെറ്റി ദോ. തീരുന്നതിന് മുമ്പ് ഐ വോണ്ട് ടു ഷോ യു സംതിങ്. ഇന്നലെ സെഫോറയിൽ പോയപ്പോൾ മേടിച്ച പുതിയ ലിപ് ഗ്ലോസ് ആണ്. ദ നെയിം ഐ ഡോണ്ട് നോ. ഔട്ട്റേജിയസ് ആണ് അതിൻ്റെ പേര്. ഏറ്റവും ഞാൻ ഇട്ട് കാണിക്കാമെന്ന് വെച്ചു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റെഡ് ഷെയ്ഡ്. ഇത് ഫെൻറ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, റിഹാന, ബട്ട് ദാറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ്. അപ്പോൾ ഐ തോട്ട് ദിസ് ഇസ് ഇനി അത്രയും 4000 കൊടുത്ത് വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ 3000-4000 കൊടുത്ത് വാങ്ങിക്കേണ്ടാത്തവർക്ക് 1200 കൊടുത്ത് ഇത് വാങ്ങിക്കാം. ഇനി ഇതിൻ്റെ താഴെ ഉണ്ടാവും, ബട്ട് ഞാൻ തപ്പി പിടിച്ച് പറയാം. ചിലർ ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ ലൈക്ക്, ഓ ഇതാണോ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ അതിനൊരു സ്പെസിഫിക് അഫോർഡബിലിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇതില്ല, സ്റ്റേറ്റ് ഇല്ല. പലർക്കും പലതാണ് അഫോർഡബിൾ. എനിക്ക് അഫോർഡബിൾ എന്ന് പറയുന്നതായിരിക്കില്ല ചിലവർക്ക് അഫോർഡബിൾ.
ഷാരൂഖ് ഖാൻ്റെ മകൾക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അഫോർഡബിൾ എന്ന് പറയുന്നതായിരിക്കില്ല എനിക്ക് അഫോർഡബിൾ. അങ്ങനെയാണല്ലോ. മാക്സിമം റേഞ്ചിൽ നല്ല രീതിയിൽ എന്താ ഉള്ളത് അത് ആണ് ഞാൻ പറയുന്നത്. ഈ താഴെ ചിലപ്പോൾ ഇതിൻ്റെയും പ്രൈസ് ബഡ്ജറ്റ് താഴെ കുറേയുണ്ട്. പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ അതിനെ കടിച്ചു വരും. ഓക്കെ മാൻ കമോൺ, 69 രൂപയ്ക്ക് ലിപ് ലൈനർ ഇട്ടിട്ട് അതാണോ അഫോർഡബിൾ? ഇതിൻ്റെ കൂടുതൽ ലിപ് ലൈനർ ഇനി ഇത് കാശൊന്നും ലിപ് ലൈൻ എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ യു ദിസ് ലിപ് ഷെയ്ഡ്. ഓ മൈ ഗോഡ്, യു സീ ദ ഷെയ്ഡ്? ബ്രോ, ഇന്നൊരു കുറച്ച് പിങ്കി റെഡിഷ് ഷെയ്ഡാണ് ഞാൻ പോയത്. യു ക്യാൻ സീ. യാ മൈ ഗോഡ്, ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഐ കാൻ ഗെറ്റ് ഓവർ ഇറ്റ്. സോ ഞാൻ പറഞ്ഞ ഫെൻറ്റി ബ്യൂട്ടിയുടെ ഒക്കെ ഏതൊരു സാധനത്തിന് ഡ്യൂപ്പായിട്ട് വരും. സോ അഫോർഡബിൾ നോക്കുന്ന സെഫോറ എന്ന് പറഞ്ഞ കമ്പനിയല്ല വെബ്സൈറ്റിൽ പോയിട്ട് യു ക്യാൻ ഗെറ്റ് ദിസ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് 09. ഔട്ട്റേജസ്, ഇറ്റ്സ് റിയലി ഗുഡ്. ഞാൻ റിപ്ലൈൻഡറും കൂടി ഇട്ടിട്ട് വരാം. ഓക്കെ ഗായ്സ്, ഞാൻ കഴിഞ്ഞു എൻ്റെ മേക്കപ്പ് ഫോർ ദ ഡേ. പൊട്ടൊക്കെ തൊട്ടുമ്പോൾ എന്നൊരു വലിയ പെണ്ണായിപ്പോയല്ലേ. ബട്ട് ഐ ആം എ ബിഗ് ഗേൾ. യെസ്, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. നൗ ഐ ആം ഗോയിങ് ടു സീ മൈ ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. ആൻഡ് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. പ്രാർത്ഥനയുണ്ട്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഞാൻ കാണാൻ പോകുന്നൊരു ഐഡിയ ഇല്ല. ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് ഗുഡ് അപ്പാർട്ട്മെൻറ്റ്സ്. ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വളയിട്ടോണ്ടിരിക്കുന്നത് അതല്ലേ? ഇത് മറ്റെന്തുവാ മണം വരുന്ന ഒരു സംഭവം ഉണ്ട്, ഇടയ്ക്ക് സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കും. ബട്ട് നോ. സോ അപ്പോൾ കാണാൻ നമുക്ക് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഇത്ര സുന്ദരിയായതുള്ള ഗായ്സ്. ഓക്കെ ഗായ്സ്, കേൾക്കുന്നുണ്ടോ? അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് കാണാൻ പോവുക വിത്ത് മൈ ഫ്രണ്ട്സ് ഓൺ ദ ബ്ലോഗ്. ഹലോ ഹലോ. ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് കണ്ടു. ഇറ്റ്സ് ഓക്കെ, ഇതായിരുന്നു. സോ വി ഗോണ സീ ദ സെക്കൻഡ് അപ്പാർട്ട്മെൻറ്റ്. Kriti has been helping me a lot with Hindi. I mean, എനിക്ക് ഹിന്ദി അറിയാം, मुझे हिंदी मालूम है guys. उसको भी मालूम है. പക്ഷേ we've been planning ഒരു വീടും കൂടെ ഉണ്ട്. Pros and cons, area, lifestyle, roommates. Because the more roommates, the more adjustment issues. You know, cleanliness and like cleanliness. The society, which wasn't the situation in there. They don't know even the sea of cleaning. എന്ന് പറഞ്ഞാൽ മലയാളമുള്ളതൊക്കെ ഞാൻ പറയാം, വൃത്തിയുടെ വാ പോലും ഇല്ല. അത് തന്നെ, വൃത്തിയുടെ വാ പോലും ഇല്ല. ഇൻ ദ സെൻസ് ലൈക്ക് അവർക്ക് വൃത്തി എന്താണെന്ന് അറിയില്ല. അതെ, ഷീസ് ഹാഫ് തമിഴ് ഹാഫ് മലയാളി. സോ വൃത്തി അറിയില്ല. എനിക്ക് അറിയില്ല. എക്സാക്ട്ലി. അവർക്ക് വൃത്തി അറിയില്ല. സോ അത് കഴിഞ്ഞു. ആൻഡ് ഓൾസോ ദ സൊസൈറ്റി ഈസ് ഓൾസോ ഭയങ്കര, ഞാൻ പറഞ്ഞാലും കേൾക്കാവുന്നോ, സൊസൈറ്റി ഈസ് ഓൾസോ ഭയങ്കര കൺസർവേറ്റീവ് ആയിരുന്നു. സൊസൈറ്റി ആൻഡ് പി ജി ആർ ക്ലാഷിംഗ്. അവർ പി ജിനകത്ത് കളയാൻ പോവുകയല്ലേ. പി ജിന്ന് വെച്ചാൽ പെയിൻ ഗസ്റ്റ് അവർ പി ജിനൊക്കെ എടുത്ത് മാറ്റാൻ പോവുക. അപ്പോൾ ഞാൻ എന്തിനാ കാശ് കൊടുത്ത് വരെ അവിടെ പോയി നിൽക്കുന്നത്? അടുത്ത മാസം ഞാൻ വരുവാണെങ്കിൽ അടുത്ത മാസം ഞാൻ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? So I'm gonna see one more house. I like that person. ആ പുള്ളിക്കാരി മലയാളിയാണ്. So like Malayali, I mean from Delhi. So I'm gonna go and see that. അത് കഴിഞ്ഞിട്ട് I'll let you know. Okay? I look very pretty. Spirit mode only. Okay. Hey guys. Hello. So ഞാൻ എൻ്റെ സെക്കൻഡ് പ്ലേസ് കണ്ടു കഴിഞ്ഞു. And I like the second place. It's really nice. Oh my god, I look ഇതിലെന്താ അടിപൊളിയാണ്. സോ അത് കഴിഞ്ഞ് മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ബിക്കോസ് ഐ റിയലി വൈബ് വിത്ത് ദ ഗേൾ ഹൂസ് ദെയർ.
ഒരു ചേച്ചിയാണ്. ആൻഡ് ഷീസ് ഹാഫ് മലയാളി, സോ ഇറ്റ്സ് വിൻ സിറ്റുവേഷൻ ഫോർ മീ. ആ ചേച്ചിക്ക് എൻ്റെ അമ്മേനെ അറിയാം, അച്ഛനെ അറിയാം, സോ വൈ അപ്പോൾ അതുകൊണ്ട് വൈ നോട്ട്. ഇറ്റ്സ് എ വെരി സേഫ് സ്പേസ് ഓൾസോ, സോ ഇറ്റ് ഇസ് ഫൈൻ. അല്ലേ ഇറ്റ്സ് എ സേഫ് സ്പേസ്, നോ? ഓക്കെ. ആൻഡ് യാ, വീട് കാണിക്കാത്ത ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ലൈക്ക് ലൂസ് എനി ലൈക്ക് പ്രൈവസി അവരുടെ. സോ ഐ ലൈക്ക് വീട് പിന്നെ കാണിക്കാന്ന് വെച്ചു. So we are going to go to a cafe and then no. You're vlogging? Yeah. Amitabh Bachchan's house. ആരുടെ വീടാ? Could be Amitabh Bachchan. അമിതാഭ് ബച്ചന്റെ വീടായിരിക്കും, അറിയത്തില്ല. ഒരു പോയി ഹായ് പറഞ്ഞാലോ. മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു ഗൈസ്. നമ്മളിന്നലെ എവിടെയാ വന്നത്? ഈ ഒരു കടയിൽ. മുംബൈ ട്രാഫിക് എന്താല്ലേ ക്രേസി. അയ്യോ, ഞാനും ടിത്തിയും ഒരു കഫേയിലെത്തി, പക്ഷെ അവിടെ നല്ല ക്യൂ ആണ്. എന്ത് ചെയ്യും നമ്മൾ? സോ നമ്മൾ തമാലിലെത്തി. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു. സോ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് 20 minutes വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ജാപ്പനീസ് സ്റ്റോർ നമ്മൾ ഒരു ജാപ്പനീസ് കടയിൽ കയറി. And then it's called Tamari, so we thought why not. What else is there on the menu? Boy, the best part, my favorite fruit is strawberry. And my favorite fruit is strawberry. They have chicken strawberry bowl and like salads. പക്ഷെ അതൊക്കെ തണുപ്പ്, അപ്പം കഴിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് സോ സാഡ്. എനിവേ, താങ്ക് യു സോ മച്ച്. You guys quite long, no? Traffic. I thought you're taking the local and coming. So did I, but the thing is like. This is one rice bowl. Salad. Wow! Wow! Yeah, I need to put that wow. Yeah. Hello guys. So ഞാൻ ഈ ഒരു കടയിൽ തമാരി ഓക്കെ ഈ ഒരു കടയിൽ we ate Japanese food. Did we? Why not? That was Japanese. Bulgogi is not Japanese. No, that was Korean. We ate Asian food. Yeah. Now we're gonna go somewhere because there only illa chiyan. I wanted to see Mannat. I'll see Mannat like after 2 weeks. Mannat nammada SRKയുടെ വീടായിട്ട് വരും. അപ്പോൾ He's not home today, otherwise. Yeah. വീട്ടിലില്ല എന്ന് വിളിച്ചു, പക്ഷെ വീട്ടിലില്ല. കാപ്പിക്ക് വിളിച്ചായിരുന്നു, ബട്ട് നോട്ട് ഹോം. Once I'm back. യാ, 2 ആഴ്ച കഴിയുമ്പോൾ പുള്ളിക്കാരൻ വരും. അപ്പോൾ വീട്ടിൽ വന്ന് കാണാമെന്ന് പറഞ്ഞു. എന്നെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തു. ഇതൊക്കെ ഒരു ആഗ്രഹങ്ങൾ മാത്രമാണ് ഗൈസ്. എന്നെ വീട്ടിലങ്ങനെ ആരും വിളിക്കാറില്ല. എന്നെ ആർക്കും ഒരു വിലയില്ല. ബട്ട് എനിവേ സോ ക്യൂട്ട്. കുറേ എസ്തറ്റിക് കഫേസ് ഉണ്ട്. ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ ഈ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. Now we're gonna go somewhere and like chill and stuff. Hello. So നമ്മളൊരു റെസ്റ്റോ ബാറിൽ വന്നു. It's called 1633 and then റെസ്റ്റോ ബാറിൽ വന്നിട്ട് ഞാൻ എന്താ കുടിക്കുന്നതെന്ന് നോക്കുക. കോഫി. കട്ടൻ കാപ്പി ബിക്കോസ് തൊണ്ട വയ്യ. അല്ലെങ്കിൽ അവരെന്നെ പേടിച്ചു. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഞാൻ കോഫി ഉണ്ടോ കളിയാക്കലാണ് നിങ്ങൾ. അപ്പോൾ നല്ല എനിക്ക് തൊണ്ട വയ്യ, കോഫി വേണം. അപ്പോൾ നല്ലതായിട്ട് എനിക്കൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്നു. ഐ ആം ചില്ലിങ് റൈറ്റ് നൗ. അവർ മേജർ ഡിസ്കഷനിലിരിക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഗോവ സ്ഥലത്തേക്ക് പോകും.
ഞാൻ എന്താ അധികം വ്ളോഗ് എടുക്കാത്തതെന്ന് വെച്ചാൽ യുനോ ഐ എം യൂസ് ടു ദിസ് എൻജോയിങ് ഇൻ ദ മൊമെന്റ്. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. സോ ഐ എം ജസ്റ്റ് ഗിവിംഗ് യു അപ്ഡേറ്റ്സ് ഓൺ വാട്ട് ഐ എം ഡൂയിങ് ത്രൂ ഔട്ട് ദ ഡേ. ഓക്കെ, I'll show you. There's like cricket going on right there. And there's അടിപൊളി. And അടിപൊളിയാ. ഓക്കെ, പക്ഷെ എനിക്കല്ല, കുറച്ച് പേർക്ക്. ഞാൻ കട്ടൻ കാപ്പി. ഞാനിവിടെ 8:30 വന്നത്. ഇപ്പൊ സമയം 10. ഞാനിപ്പോ ചൂടുവെള്ളത്തിൽ നിൽക്കുക. ചൂടുവെള്ളം. എൻ്റെ വോയിസ് മൊത്തം പോയി. വാവ്. ഓക്കെ, സോ നമ്മൾ രാത്രി ഇപ്പൊ സമയം വാട്ട്സ് ദ ടൈം നൗ? 11:35. It's 12. It's 12. നമ്മൾ 8:30 9 മണിയപ്പോൾ കയറിയതാ. 12 മണി വരെ നമ്മളുണ്ടായിരുന്നു. I just had water which was great. Tasteful water it was. And I can't wait to go back home and eat my leftovers because I'm hungry. Girlies, look at Vipa. Look at Titi. On the flashlight to yourself. Look at these two pretty ladies. എൻ്റെ വോയിസ് നാളെ ഉണ്ടാവില്ല മിക്കവാറും. I think the vlog is going to be like 10 minutes, no? Because I didn't take enough videos. Like I did take though. Good job. Ella video. But this is night time in Mumbai. This is night time in Mumbai. They are signing Like, off. follow and subscribe for more. Yeah. Like, share, No, I'll go comment. home. Like, share, subscribe. Subscribe, like, share, comment. Subscribe. Subscribe. No, I'm gonna go home and I'm gonna show you what we do. What? No. Yeah, I know, but what they made, like It's still not allowed. And ഒരു കാര്യത്തിൽ obsessed ആക്കി. It's a TV series, not series. It's like a reality show. You can't say that. Why? Because it's so embarrassing. It's not embarrassing. It's I'm very pretty sure. Yeah, it's very You embarrassing. can't tell people that. Yeah, You but can't tell people what we watch. we watch something. അത് വീട്ടിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. But anyway, yeah. So this is my voice after 12 hours, I think. My voice is gone. Anyway, so I will see you guys later at home. Ciao. Ciao. ഹലോ, എൻ്റെ മേക്കപ്പ് ഒക്കെ അയച്ചു. I am eating leftover food. Currently it's 1:45 a.m. and the thing that I want to show you is we are watching Splitsvilla, the cringiest, one of the cringiest series I would say, but it's entertaining for us. ബാക്കിന് ക്രിഞ്ച് ഇഷ്ടമാണെങ്കിൽ സ്പ്ലിറ്റ്സ്വില്ല കാണുക. ഐ സ്വെയർ ടു ഗോഡ്. അപ്പം ഞാൻ മിക്കവാറും ഇത് കഴിച്ചിട്ട് I'll go sleep. And then നാളെ I have flight. നാളെ ഇന്ന് I have flight at 2:30. ഞാൻ ഇവിടെ നിന്ന് ഒരു 11:30 ആകുമ്പോൾ അപ്പം നാളെ കാണാം. എൻ്റെ വോയിസ് പോയി. ചാത്തു ഗൈസ്, ചാത്തു. ഇപ്പം ഗുഡ് മോർണിംഗ് അമ്മേ. എൻ്റെ സൗണ്ടെല്ലാം പോയി. എല്ലാം പോയില്ല, കുഴപ്പമില്ല. ഭാഗ്യത്തിന് പനിയില്ല. ചൂട് പോയി. ഇപ്പോഴും മരുന്നിലാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. 8:45 9 മണിയായി കാണും. എനിക്ക് ഇവിടുന്ന് 11 മണിക്ക് ഇറങ്ങണം. എയർപോർട്ടിൽ പോകണം. ഇതാണ് സംഭവങ്ങൾ. ഒരു പാട്ട് പാടട്ടെ. ചുമ അങ്ങനെ ഇല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരും സംസാരിക്കുമ്പോൾ. മൂക്ക് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ സൈഡ് എടുക്കാൻ പറ്റുന്നത്. എനിക്ക് ഡീവിയേറ്റഡ് സെപ്റ്റം എന്ന് പറയുമ്പോൾ എൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് അകത്ത്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് എനിക്ക് പണ്ട് തൊട്ടേ ശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് ആവി പിടിച്ച് മുട്ട കഴിച്ചിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഐ തിങ്ക് I'll be done. But I did enjoy
മൈ ടൈം ഇൻ മുംബൈ. ഐ വിഷ് ഐ വാസ് നോട്ട് സിക്ക്. ലൈക്ക് ഫസ്റ്റ് വന്നപ്പോൾ മാത്രം റെസ്റ്റ് ചെയ്തുള്ളൂ. ബാക്കി 2 ദിവസം ഇറങ്ങി അടിച്ചു പൊളിച്ചു. എന്തായാലും ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ മുംബൈയിലേക്ക് വരും. സോ അപ്പോൾ ബാക്കിയെല്ലാം കാണണം. അപ്പോൾ ഞാൻ അമ്മേനെയും കൂട്ടിയായിരിക്കും വരുന്നത്. സോ അപ്പോൾ ഞാൻ അമ്മേനെയും കൂട്ടി വ്ളോഗ് ചെയ്യാം. സൂപ്പർ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എണീറ്റിട്ടില്ല, പക്ഷെ അവർക്ക് വർക്ക് ഉണ്ട്. ഇറ്റ്സ് മൺഡേ. ഇന്നലെ ലാസ്റ്റ് ഒരു വീട് ഫൈനലൈസ് ചെയ്തു. അത് ഞാൻ നിങ്ങളെ മുംബൈ വരുമ്പോൾ കാണിക്കാം. എൻ്റെ വീട് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീട്. ഫസ്റ്റ് പ്ലേസിൽ പോയപ്പോൾ ഇറ്റ് വാസ് ലിറ്റിൽ ഷെയ്ഡി. എനിക്കത് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ വീട് പോയി നോക്കി. കയറിയപ്പോൾ തന്നെ ഹോംലി വൈബ്. ഭയങ്കര പിങ്ക് വാൾസ്, ഇരിക്കാൻ നല്ലൊരു ഒരു എസ്തറ്റിക് ഉള്ളൊരു സ്ഥലമായിരുന്നു. ഐ കാൺ വെയിറ്റ് ടു മീറ്റ് കാത്തു. ഐ മിസ് കാത്തു. ഞാൻ പാട്ട് പാടട്ടെ. അല്ലിയാമ്പൽ കടൽ, അറിയാവുന്നൊരു പാട്ട് പാടാം. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നു മാങ്ങണിക്കാറ്റ്. ആക്ച്വലി വോയിസ് കുറച്ചും നന്നായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പാടുമായിരുന്നു. മനസ്സങ്ങനെ ഞാൻ അധികമൊന്നും കഴിച്ചൊന്നുമില്ല. എല്ലാം കഴിക്കുവാണെങ്കിൽ തന്നെ ഫുള്ളി കഴിക്കില്ല. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യും. പനി വന്നപ്പോൾ എൻ്റെ ഫേസ് സ്റ്റാർട്ടഡ് ബ്ലോട്ടിങ്. നേരെ തിരിച്ചല്ലേ, പനി ഒരു മുട്ടിയല്ലേ ഇരിക്കണ്ടേ. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോഴും അടിപൊളിയാണ്. യുനോ പീപ്പിൾ സംടൈംസ് ആസ്ക് മീ എന്തുവാ വെൻ ഐ എം ലൈക്ക് ഓൺ മൈ പീരിയഡ്സ് ലെറ്റ്സ് സേ ഞാൻ ബ്ലോട്ടഡ് ആവും. ആൻഡ് ദേ ആസ്ക് മീ യു ഇതെന്താ പെട്ടെന്നൊക്കെ വണ്ണം വെച്ചേന്ന്. Excuse me, our body changes, I think especially for female during the time cycle it changes. ഒരു ദിവസം എൻ്റെ ഫേസ് ഭയങ്കര മോഡലിങ്, ചില ദിവസം ഭയങ്കര ഇങ്ങനെ ഇരിക്കും. അറ്റ് ദിസ് പോയിന്റ് ഇറ്റ്സ് നോർമൽ. ഐ ഡോണ്ട് കെയർ. എനിക്ക് ആകെ പിടിക്കുന്ന ഇഷ്ടമല്ല. ഇനി പിടിക്കണമല്ലോ. ഹലോ ഗായ്സ്, ഞാൻ എല്ലാം ചെക്കിനൊക്കെ ചെയ്ത്, സൗണ്ട് കുഴപ്പമില്ല, എല്ലാം ചെക്കിനൊക്കെ ചെയ്ത് ഞാൻ പോവുകയാണ്. ഇങ്ങോട്ട് ഇത് നമ്മളെന്തോ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചെയ്യും. നമ്മളെത്തും, ട്രിവാൻഡ്രത്തും. ഞാൻ നിമിഷ സജയൻ ചേച്ചീനെ കണ്ടു, പക്ഷെ ഹായ് പറയാൻ പറ്റിയില്ല. ഓക്കെ, സോ ഞാൻ എല്ലാ ചെക്കിനും കഴിഞ്ഞ് ഞാൻ ഗേറ്റ്സിലേക്ക് നടക്കുകയാണ്. ഞാനെന്തെൻ്റെ അമ്മേനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടത്. അമ്മ ഞാൻ ഗേറ്റ്സിലോട്ട് നടക്കും. അമ്മ ചെക്കിങ് കഴിഞ്ഞു, ബോർഡഡ് ലാൻഡഡ്. പബ്ലിക്കലി ഇടുക ഞാൻ സേഫാണെന്ന് അറിയിക്കാൻ വേണ്ടി. സൗണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ തിരിച്ചൊന്ന് ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ഗേറ്റ്സ് അമ്മ എപ്പോഴും പറയും, ഗേറ്റ് പോയി കണ്ടുപിടിച്ച് ഗേറ്റ് അവിടെ എക്സിസ്റ്റ് ആയെന്നുണ്ടെങ്കിൽ മാത്രമേ കാപ്പിയോ ഭക്ഷണമോ കുടിക്കാൻ പോകും. അടിപൊളി ഡ്രസ്സ്. ഓക്കെ, കാപ്പിയോ ഭക്ഷണം കുടിക്കാൻ മാത്രം പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗേറ്റ് പോയി അവിടെ തപ്പട്ടെ അങ്ങനത്തെ ഒരു ഗേറ്റ് ഉണ്ടോയെന്ന്. ഞാനൊക്കെ ഇപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൈസ കൂടിയ ഓവർ പ്രൈസ്ഡ് ഓവർ റേറ്റഡ് കോഫി കുടിക്കാമായിരുന്നു. പക്ഷെ അമ്മയില്ല. അതുകൊണ്ട് ഞാൻ അധികം പൈസ ഇല്ലാത്ത, അധികം നല്ല എയർപോർട്ടാണ്, എല്ലാത്തിനും കാശാണ്. കേരളം എന്താ വെൻഡിങ് മെഷീൻ ഇല്ലാത്ത? എനിക്കൊന്നും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു കേരളം എന്താ ഇല്ലാത്തതെന്ന്. എല്ലാവരും കൈ കുത്തിയിട്ട് ഗ്ലാസ് പൊട്ടിച്ചെല്ലാം എടുക്കും. എല്ലാം കണക്ക് തന്നെ. എനിക്കൊന്നും പറയില്ല ഈ ബ്ലോഗിൽ. എന്തുവാ രണ്ട് കൊമ്പോ? ഇപ്പം എന്തോ പറയണ്ടേ? സുഖമാണോ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ? കഴിച്ചോ? ഇട്ടോ? ഏതോ പട്ടിക്കാട്ടിലെന്തോ കേട്ടോ എൻ്റെ ഈ ലൈക്ക് ഗേറ്റ്. എനിക്കിങ്ങനത്തെ എസ്കലേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വെയിറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ഇത് റാമ്പ് വാക്കിൽ നടക്കുന്ന പോലെ ഉണ്ട്. വീട്ടിലെത്തി, ഏതോ പട്ടിക്കാട്ടിൽ നമ്മളെത്തി. ഇതാണ് ഗേറ്റ്. 42B was a gate, guys. കൊള്ളാല്ലേ? ന്യൂ ലുക്ക്. ചിക്കൻ എൻ്റെ കാപ്പി കുട്ടി ഗായ്സ്. കാപ്പിയും ചിക്കനും. ഒരു മഞ്ജുക്കയുടെ മകളെ കൂട്ടാതെ പോകില്ല ഗായ്സ്. ഇവിടേക്കാണ് നെപ്പോട്ടിസം ഇറക്കേണ്ടത്. മൈ ഫ്ലൈറ്റ് ഇസ് കൈൻഡ് ഓഫ് ഡിലേ. മൂക്കിന്ന് വലിച്ച് ഇത് ഫുൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കാം. ഹായ് ഗായ്സ്, സോ ഫ്ലൈറ്റ് ഇസ് ഡിലേ. ഇറ്റ്സ് 2:30. 1:50 ബോർഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ സമയം 2:30. അവിടെ എയർ ഹോസ്റ്റസ് ഒക്കെ സുന്ദരികളായി നിൽപ്പുണ്ട്. പക്ഷെ ആരും ഫ്ലൈറ്റിൽ കയറുന്നില്ല. ഫ്ലൈറ്റ് അവിടെ എനിക്ക് എൻ്റെ അമ്മയെ കാണണം. പക്ഷെ അമ്മ ആക്ച്വലി കൊച്ചിയില്ല.
विमान में 8 आपातकाल उड़ान, 2 सामने, 2 पीछे और 4 विंग्स के ऊपर। फर्श पर लगी प्रकाशमान बत्तियां आपको അങ്ങനെ ട്രിവാൻഡ്രം എത്തി. അയ്യോ, ഒരു മൊട്ടാനെ പോലെ മുട്ട. ഞാൻ എടുത്ത് ചോദിച്ചു മോഹൻ ദേവ് എടുത്തിരിക്കുന്നതെന്ന്. നീര് പിടിച്ചിരിക്കണം പറഞ്ഞിരിക്കുന്നത്. എന്തോ ഒരു നീര് പോലെ എന്തോ ഉണ്ട്. എന്തോ വന്നില്ല. അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി. ഷാജി നമ്മുടെ എപ്പോഴും ഓട്ടോ അങ്കിൾ. ഞാൻ നേരത്തെ വീട്ടിലെ പാവി പിടിക്കുക. ഞാൻ വീട്ടിലെത്തി മരുന്ന് കഴിച്ച് കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴെണീറ്റ് 10:15 ആയതുള്ളൂ രാത്രി. പക്ഷെ 1:30 ഉറങ്ങി മരുന്ന് കഴിച്ചിട്ട്. ഓഫ്, അടിപൊളിച്ച. എണീറ്റ് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഉറങ്ങിയെന്ന്. വാവ്, ഒരാളെ കാണിച്ചു തരട്ടെ ഞാൻ. കാത്താ, ഹലോ, ഇതാരാടി കളി? ഇനാരാണി? ഇനാരാ? എൻ്റെ ഇന്നത്തെ മെയിൻ സംഭവം. അയ്യോ, ഇങ്ങനെയല്ല ആവി പിടിക്കണം എനിക്കറിയാം. പക്ഷെ ഞാൻ വ്ലോഗ് എടുക്കുന്നുണ്ട്, ഞാൻ കാണിക്കും ആവി പിടിക്കുന്നുണ്ടെന്ന്. പക്ഷെ ആവി പിടിക്കുന്നുണ്ട്. എന്നെ കൊണ്ടെനിക്ക് ഇപ്പം ഇത്രയൊക്കെ പറ്റൂ. പുതപ്പെടുക്കുള്ളായിരുന്നല്ലേ. ഇറ്റ്സ് ഫൈൻ. കമോൺ, എൻ്റെ കൂടെ നിങ്ങൾ സ്റ്റീം എടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജലദോഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ പോസ് ചെയ്തിട്ട് നിങ്ങളും പോയി സ്റ്റീം എടുക്കും എൻ്റെ കൂടെ. കമോൺ, നമുക്ക് ഒരുമിച്ചെടുക്കാം. 1 2 3. സൂപ്പർ. ഫോക്കസ്ഡ് ആണോ ഞാൻ? ഹലോ, ഞാനാണ്. ഓക്കെ ഗൈസ്, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ്. മുംബൈ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും. when I go back there again. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഷാരൂഖ് ഖാൻ്റെ വീട് കണ്ടിട്ടില്ല. കാരണം അമിതാഭ് ബച്ചൻ്റെ വീട് മാത്രമേ കണ്ടുള്ളൂ. SRKയുടെ വീട് കാണണം. വീട് കണ്ടാൽ മതി. അത്ര അഹങ്കാരം ആർത്തിയൊന്നും എനിക്കില്ല. അവരെ കാണുമ്പോൾ ഭാഗ്യവശം അവരെ കണ്ടാൽ കണ്ടു, അത്രേ ഉള്ളൂ. ഞാനിവിടെ എപ്പോഴും ആവി പിടിക്കാൻ വന്നിരിക്കുമ്പോൾ എൻ്റെ ബോഡിഗാർഡായിട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ മാഡം, ഹലോ. സോ അത്രേ ഉള്ളൂ. I will see you in the next vlog, hopefully, which is soon. Okay, thank you.